ഹലോ ഗായ്സ് വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ആദ്യമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് ഓൾ ടൈം ഹൈന്ന് സെല്ലിംഗ് സിങ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് മാർക്കറ്റ് ഒരു ബയ്യിങ് സൈഡ് നല്ലൊരു സ്ട്രെങ്ത്തോടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത്, ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തത് സെല്ലിംഗ് സൈഡാണ്. കാരണം മാർക്കറ്റ് വീക്കാണ്. സോ അതിൽ ഞാൻ പറഞ്ഞത്, മാർക്കറ്റിൻ്റെ വ്യാഴാഴ്ചത്തെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡേക്ക് ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളത്. എക്സാക്ട്ലി നമുക്ക് നല്ലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ്, അതായത് മാർക്കറ്റിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം, ആ ഭാഗത്ത് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് തന്നെയാണ് നമുക്ക് മാർക്കറ്റ് തന്നിട്ടുള്ളത്. മാർക്കറ്റ് നല്ല സെല്ലിംഗ് സൈഡ് പോയിട്ട് ഏകദേശം ഒരു പ്രീവിയസ് സപ്പോർട്ട്, കഴിഞ്ഞ മാസത്തെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ലൊരു സ്ട്രെങ്ത്തോടെ തന്നെ റിവേഴ്സ് ആയിട്ട് ഹൈ ലെവലിൽ ബൈയിങ്ങിൽ ക്ലോസ് ആയിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. എന്തായിട്ടും നമുക്ക് ചെറിയൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നല്ല സ്ട്രെങ്ത്തോടെ മാർക്കറ്റ് ആ സെല്ലിംഗ് സിങ് മൊത്തം റിക്കവറി ആക്കി പിന്നെ അതിന് മുകളിൽ തന്നെ, അതായത് വ്യാഴാഴ്ചത്തെ ഹൈൻ്റെ ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഏത് ടൈപ്പ് ക്യാൻഡിലാണെന്ന് നോക്കാം. സോ റിവേഴ്സലിനാണോ പോസിബിലിറ്റി, ഇനി ഇവിടെ നിന്നൊരു ഇതൊരു ചെറിയൊരു പുൾ ബാക്ക് മാത്രമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണെന്ന് നമുക്ക്, അതും സപ്പോർട്ട് ലെവലിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാൻഡിലായതുകൊണ്ട് തന്നെ ഒരു പോസിബിലിറ്റി അതാണ്. രണ്ടാമത്തത്, സ്വാഭാവികമായിട്ടും ഇത്ര വലിയൊരു ഷാർപ്പ് സെല്ലിങ് തന്ന് ഇവിടെ ജസ്റ്റ് ഒരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും സെല്ലിങ് സൈഡ് മാർക്കറ്റ് പോകുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, ഒന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഫോളോ അപ്പ് കിട്ടണം നമുക്ക്. അതായത് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിന് ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്താലും നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാം. 2 ദിവസം ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ബൈ സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല, മാർക്കറ്റ് ഇനിയിപ്പോൾ നാളത്തെ ദിവസം തന്നെ മാർക്കറ്റ് ഇന്നത്തെ ലോ ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡ് നാളെ പോകുന്നതെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ. എനിവേ, ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു ബൈയിങ് സൈഡ് തന്നെയാണ് തന്നത്. നമുക്ക് സാധാരണ 5 മിനിറ്റ് ക്യാൻഡിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എടുത്ത സപ്പോർട്ടൊക്കെ, മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ അതിൻ്റെ പിറ്റേന്നുള്ള ട്രേഡിംഗ് ഡേനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഒരു സപ്പോർട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ആയി, അതിന് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് അതിനെ റിവേഴ്സ് ആക്കിയിട്ടുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സപ്പോർട്ട് എടുത്തു. സോ ഇതും മാർക്കറ്റ് അതിൻ്റെ പിറ്റേത്തെ ട്രേഡിംഗ് ഡേയിൽ റിവേഴ്സ് ആക്കി. ഇനിയിപ്പം നമുക്ക് അറിയാനുള്ളത്, ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് അതൊരു മേജർ സപ്പോർട്ടായിട്ട് മാറുമോ, അതിനെ മാർക്കറ്റിന് റിവേഴ്സ് ചെയ്യാൻ പറ്റുക. അതായത് ഇന്നത്തെ ഈ ഒരു സപ്പോർട്ട്, ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പം ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് ഇതിനെ ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യണം, നമുക്കൊരു റിവേഴ്സിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും നല്ല ട്രേഡ് ഇനി അടുത്ത ഇതിൽ നോക്കുകയാണെങ്കിൽ, നാളെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബൈയിങ് സൈഡാണ് മൂവ്മെൻറ്റ് ഫസ്റ്റ് കിട്ടുന്നെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു സെല്ലിംഗ് സൈഡ് ഒരു ട്രേഡാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ബൈയിങ് സൈഡ് തന്നിരുന്നു. സോ ഇനിയും മാർക്കറ്റ് ബൈയിങ് സൈഡ് പോവുകയാണെങ്കിൽ ഒരു പുൾ ബാക്ക് തന്നിട്ട് മാത്രമേ മാർക്കറ്റ് അവിടുന്ന് ബൈയിങ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രേഡ് പറയുന്നത്. ഇനി അതല്ല, മാർക്കറ്റ് ഇന്ന്
ക്ലോസ് ചെയ്ത് അവിടെയൊക്കെ ഓപ്പൺ ചെയ്ത് നല്ലൊരു സെല്ലിങ്ങിലോട്ടാണ് പോകുന്നതെങ്കിൽ സെല്ലിങ്ങിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു റിവേഴ്സൽ ഇവിടെ ഇതൊരു ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ഇതിന് മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് ഒരു റിവേഴ്സൽ തരികയാണ് നമുക്ക് ബൈയിങ് സൈഡ് നോക്കുക. സോ ഇന്നത്തെ രണ്ടാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഒന്ന് സെല്ലിങ് സൈഡ്, ഒന്ന് ബൈയിങ് സൈഡ്. ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സിങ്ങിലാണ് ഫസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അതല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് സെല്ലിങ് സൈഡാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഈ ഒരു സിങ്, അതായത് ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ആ ഒരു ബൈയിങ് സിങ് തുടങ്ങിയ ആ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാതെ അതിന് മുകളിലൊക്കെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ FIA അതായത് സെല്ലിങ് ഇന്നും അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. DIA ബൈയിങ് സൈഡാണുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു ക്രൂഷ്യൽ ലെവലിൽ തന്നെയാണ്. മാർക്കറ്റ് ഇന്നൊരു ബൈയിങ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സൽ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. സോ ഇനി മാർക്കറ്റിൽ നമ്മൾ എലക്ഷൻ കഴിയുന്നത് വരെ ഇങ്ങനെയുള്ള കുറച്ച് മാർക്കറ്റ് വളറ്റിലായിരിക്കും. ഇന്നലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും പലരും ഇവിടെ ട്രാപ്പ് ആയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് നല്ലൊരു സെല്ലിങ്ങിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. പലരും എക്സ്പെക്ട് ചെയ്ത ഒരു ഷാർപ്പ് സെല്ലിങ് അല്ലെങ്കിൽ ട്രെൻഡിങ് ഡേ എക്സ്പെക്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. കാരണം ഇങ്ങനെ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഓൾറെഡി മാർക്കറ്റ് വീക്കാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്ത പാട് നല്ലൊരു സെല്ലിങ് സൈഡേക്കുള്ള മൂവ്മെൻറ്റ് കാണുമ്പോൾ പലരും ട്രേഡ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു സെല്ലിങ് സൈഡ്. പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ നല്ലൊരു സ്ട്രെങ്ത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ട്രാപ്പുകളൊക്കെ നമ്മൾ ഇനിയുള്ള മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഒന്നാമത് ഇന്ത്യ വിക്സ് ഇപ്പോൾ വളരെ കൂടുതൽ, ഇപ്പോൾ 20ൻ്റെ മുകളിലാണ് ഇന്ന് ഇന്ത്യ വിക്സ് ക്ലോസ് ആയിട്ടുള്ളത്. സോ മാർക്കറ്റ് നല്ലൊരു വളർച്ചയിലായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രേഡർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇലക്ഷനൊക്കെ കഴിഞ്ഞാലേ മാർക്കറ്റ് ഒന്ന് കൂൾ ഡൗൺ ആവും. അതുവരെയെങ്കിലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് എടുക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.